എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ടെറസിൽ ഉണ്ടാക്കിയ മഞ്ഞൾ വിളവെടുപ്പാണ് കാണിക്കാൻ പോകുന്നത്. ദിവസേന നമ്മൾ കറികൾക്കൊക്കെ മഞ്ഞൾ ഉപയോഗിക്കും. അതുകൂടാതെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ തന്നെ വീട്ടിൽ നട്ടു വളർത്തണം. ഇത്രയും ഗുണങ്ങളുള്ള മഞ്ഞൾ ഇനിയും നട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നടണം. കാരണം ഒരു പ്രയാസവുമില്ല നടാനായിട്ട്. ഒരു 10 ഗ്രോ ബാഗ് വേണം. കുറച്ച് കരിയിലകളും കുറച്ച് മണ്ണും വേണം. നമുക്ക് മാർച്ച് ഏപ്രിൽ മാസം മുതൽ മഞ്ഞൾ നട്ടു തുടങ്ങാം. അപ്പോൾ അടിവളം നന്നായിട്ട് ചേർക്കണം. ഒന്നെങ്കിൽ ചാണകപ്പൊടി, അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം, അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ്. കരിയില നിർബന്ധമാണ്. പിന്നെ മണ്ണ്. മഞ്ഞളിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുമ്പോൾ വേണം നമ്മൾ മഞ്ഞൾ വിളവെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നട്ടതായ മഞ്ഞൾ ഇന്ന് വിളവെടുക്കുകയാണ്. ഇത് നട്ട വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്നു. അതിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. കൃഷിയെ ഇഷ്ടപ്പെടുന്നവർ മഞ്ഞളും കൂടി കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കുക. യാതൊരു പരിചരണവും ഇല്ലാതെ ഗ്രോ ബാഗിൽ നട്ട മഞ്ഞളിൻ്റെ വിളവെടുപ്പാണിത്. ഇനി ഒരു വർഷത്തേക്ക് മഞ്ഞൾപ്പൊടി കടയിൽ നിന്നും വാങ്ങിക്കേണ്ടി വരുന്ന ആവശ്യമില്ല. സ്ഥലപരിമിതിയുള്ളവർക്ക് ചാക്കിലോ ഗ്രോ ബാഗിലോ ചട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും കൃഷി ചെയ്യാവുന്നതാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ചാരവും ചാണകവും കരിയിലയുമാണ് ഈ ഗ്രോ ബാഗിൽ നിറച്ചിട്ടുള്ളത്. ഈ വിളവെടുപ്പ് എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇത് കണ്ടതിലൊക്കെ ഇപ്പം അത്യാവശ്യം മഞ്ഞൾ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഗ്രോ ബാഗിലും ചട്ടിയിലും ടിന്നിലൊക്കെ ആയിട്ടാണ് ഈ മഞ്ഞൾ നട്ട് കൊടുത്തത്. പ്രത്യേകിച്ച് വേലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടതിലൊക്കെ നല്ല രീതിയിൽ തന്നെ മഞ്ഞൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ഉണങ്ങിയ കരിയിലയായിരുന്നു ഞാൻ ഗ്രോ ബാഗിൽ നിറച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പറിച്ച് മാറ്റി കളഞ്ഞ് എടുക്കാം. ഈ ഗ്രോ ബാഗിലൊക്കെ ആവുമ്പോൾ വിളവെടുക്കാനൊക്കെ സൗകര്യമാണ്. ഇതൊക്കെ ഞാൻ ചെറിയ മഞ്ഞളിൻ്റെ ഒരു കഷ്ണം വെച്ച് നട്ട് കൊടുത്തതാണ്. ഇതെനിക്ക് കൃഷിഭവനിൽ നിന്നും ഇടവേള കൃഷിയായി കിട്ടിയ മഞ്ഞളിൻ്റെ വിത്തുകളായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെയാണ് ഇപ്പോൾ എനിക്കിതിൽ നിന്നും മഞ്ഞൾ കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്നും ഈ മണ്ണൊക്കെ നീക്കി നമുക്ക് ഇതൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. എനിക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ നിന്ന് ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്രോ ബാഗിൽ നിന്നുള്ള ഒരു വിളവെടുപ്പാട്ടത്. നമുക്ക് അടുത്ത ഗ്രോ ബാഗ് നോക്കാം. പല പല രോഗങ്ങൾ നമ്മളെ പിടികൂടുന്ന ഈ കാലത്തെ നമുക്ക് പ്രതിരോധശേഷി കിട്ടാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ് ഈ മഞ്ഞൾ. ഒട്ടും സ്ഥലമില്ലാത്തവർക്കായാലും ഇങ്ങനെ നടാം. ഒരു 4 അംഗങ്ങളുള്ള വീട്ടിൽ ഒരു 10 ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്തിയാൽ ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. നടുമ്പോൾ അടിവളം നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മാസത്തിൽ ഒരു പ്രാവശ്യം പിന്നെ വളം കൊടുത്താൽ മതി. ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വിളവെടുത്ത ഈ മഞ്ഞളിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വെറുതെ കളയേണ്ട. അതൊക്കെ നമ്മുടെ ചെടികൾക്ക് പുതയിട്ട് കൊടുക്കാം. അടുത്ത ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. ഈ വിളവ് നോക്കാം. നല്ല ഇളക്കമുള്ള മണ്ണിലാണ് നല്ല രീതിയിൽ വിളവ് ഉണ്ടാവുന്നത്. കരിയിലൊക്കെ നമ്മൾ നല്ലോണം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇത് കണ്ട ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ മണ്ണിൽ നിന്നൊക്കെ ഇളക്കി മാറ്റി ഈ കുട്ടയിലോട്ട് ഇങ്ങനെ ഇതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് നമുക്ക് ഇങ്ങനെ വിളവെടുക്കാനായിട്ട്. പക്ഷെ ഞാൻ ഇന്ന് മുഴുവനും ഗ്രോ ബാഗും ഞാൻ ചെരിഞ്ഞ് കാണിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു 4-5 ഗ്രോ ബാഗ് മാത്രം ഇന്ന് വിളവെടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിൽ നിന്ന് തന്നെ ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നട്ടുപിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുപോലെ ഒരു 8-10 ഗ്രോ ബാഗ് മഞ്ഞളുണ്ടായാൽ ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ വിളവെടുക്കാൻ എന്തൊരു എളുപ്പമാണ് വിളവെടുക്കാൻ. ഇതുപോലുള്ളൊരു പീസ് നട്ടിട്ടാണ് ഇത്രയും വിളവ് കിട്ടുന്നത്. നമുക്ക് പ്രത്യേകിച്ചൊരു പരിചരണത്തിൻ്റെയും ആവശ്യമില്ല. കരിയിലയും കുറച്ച് ചാരവും കുറച്ച് ചാണകപ്പൊടിയും ഇട്ടിട്ട് നടുകയാണെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണും ഉണ്ടാവുകയും അതിന് നല്ല രീതിയിൽ വിളവും കിട്ടും. അപ്പോൾ ഇത് കണ്ടത് ഞാൻ ടിന്നിലാണ് കേട്ടോ നട്ട് കൊടുത്തിരുന്നത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിൽ
അപ്പോൾ ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ കൂടുതൽ ഉണങ്ങിയ കരിയിലയും ചാരവും ചാണകപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് തരം വളമാണുള്ളൂ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടതിലൊക്കെ ഇഷ്ടംപോലെ മഞ്ഞളാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ടെറസിൽ ഇങ്ങനെ ഗ്രോ ബാഗിൽ മഞ്ഞൾ കൃഷി നട്ട് പിടിപ്പിച്ച്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതും നമുക്ക് ചെയ്യണം. നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ മഞ്ഞൾ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ മറ്റുള്ള കൃഷികൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഒരു 5-6 ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ മഞ്ഞൾ നട്ട് കൊടുത്താൽ നമ്മുടെ വീട്ടിലേക്കുള്ള മഞ്ഞൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വിളവെടുക്കാനായിട്ട് എടുത്ത ഗ്രോ ബാഗ് ഉണ്ടല്ലോ, അതൊന്നും കീറിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെയും കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഈ മണ്ണിൽ തന്നെ നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് അതിലോട്ട് വളങ്ങളൊക്കെ കൊടുത്ത് അതിലും നമുക്ക് വീണ്ടും കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ അത്യാവശ്യം തന്നെ മഞ്ഞൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കീടബാധ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മഞ്ഞൾ കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. പറമ്പിലുള്ള കരിയിലകൾ ഒന്നും വെറുതെ കളയണ്ട, ഇതുപോലെ കൃഷിക്ക് ഉപയോഗിക്കാം. എത്ര മഞ്ഞളാണ് നമുക്ക് കിട്ടിയത്? കിലോ കണക്കിന് മഞ്ഞളാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇഷ്ടംപോലെ മഞ്ഞൾ. ഒരു 4 ഗ്രോ ബാഗും ഒരു ടിന്നിലുള്ള ഇതുമാണ് ഞാൻ ഇപ്പോൾ വിളവെടുത്തത്. കണ്ടോ, ബാക്കിയുള്ള ഗ്രോ ബാഗൊക്കെ അവിടെ നിൽക്കുകയാണ്. ഇനിയും ഒരു 4 ഗ്രോ ബാഗിലുള്ളത് മഞ്ഞൾ വിളവെടുക്കാനുണ്ട്. അപ്പോൾ ഇത് കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കൊരു 4 ഗ്രോ ബാഗിൽ നിന്നും ഒരു ടിന്നിൽ നിന്നും കിട്ടിയ മഞ്ഞളിൻ്റെ വിളവെടുപ്പാട്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ഗ്രോ ബാഗിലുള്ളത് നോക്കാം. ഈ ഗ്രോ ബാഗൊന്നും നമ്മൾ ഒഴിവാക്കേണ്ട, അതൊന്നും കീറിയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും അതിൽ തന്നെ കൃഷി ചെയ്യാവുന്നതാണ്. ഇതിലും അത്യാവശ്യം മഞ്ഞൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കീടബാധ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മഞ്ഞൾ കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മഞ്ഞൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മുഴുവൻ ഗ്രോ ബാഗും എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 ഗ്രോ ബാഗിലുള്ള മഞ്ഞളിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ കാണിച്ചത്. ഇന്ന് ഫുൾ ഗ്രോ ബാഗിലുള്ളതും വിളവെടുക്കുന്നില്ല കേട്ടോ. ബാക്കി 4 ഗ്രോ ബാഗും കൂടി എടുക്കാനുണ്ട്. ഒരു ചട്ടിയിലും മഞ്ഞളുണ്ട്, അതും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് അത് ചെയ്യുന്നില്ല, ഇന്ന് ഇത്രയും മതി. ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ നമ്മുടെ ഇത് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊട്ട മഞ്ഞളിൻ്റെ വിളവെടുപ്പ് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പറമ്പിലുള്ള കരിയിലകളൊന്നും നമ്മൾ വെറുതെ കളയണ്ട, ഇതുപോലെ കൃഷിക്ക് ഉപയോഗിക്കാം. എത്ര മഞ്ഞളാണ് നമുക്ക് കിട്ടിയത്? കിലോ കണക്കിന് മഞ്ഞളാണ് കിട്ടിയത്. കണ്ടോ, ഇഷ്ടംപോലെ മഞ്ഞൾ നമുക്ക് ഈ 4-5 ഗ്രോ ബാഗിൽ നിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.